നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന്റെ സമയക്രമമടക്കം ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടാകും. നേരത്തെ തീരുമാനിച്ചതുപോലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാകും നിയമസഭാ സമ്മേളനം ആരംഭിക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ജനുവരി ഏതാണ്ട് 27ഓടുകൂടി നിയമസഭാ സമ്മേളനം ആരംഭിക്കാനും അത് ബജറ്റ് സമ്മേളനമാണ്. അതിനുള്ള തീരുമാനത്തിലും ശ്രമത്തിലുമാണ് സർക്കാർ എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും വിശദാംശങ്ങൾ അല്പസമയത്തിനകം അറിയാം. ഫെബ്രുവരി 3-ന് ആയിരിക്കും ബജറ്റ് അവതരണം എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, സർക്കാർ ഗവർണർ വെടിനിർത്തലിന് ശേഷം ഇപ്പോൾ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കാര്യത്തിലടക്കം തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയാണ്. എന്തൊക്കെയാകും മന്ത്രിസഭാ യോഗം പരിഗണിക്കുക? രഞ്ജിത്ത്, ഇന്ന് ചേരുന്ന പ്രത്യേക മന്ത്രിസഭാ യോഗം ഓൺലൈനായിട്ട് 10:30-നായിരിക്കും ചേരുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് ബജറ്റ് സമ്മേളനം എന്ന് തുടങ്ങണം എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടിയാലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം അജണ്ടയിൽ നിശ്ചയിച്ചുകൊണ്ട് യോഗം ചേരാൻ പോകുന്നത്. എന്തായാലും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം സംസ്ഥാനം സമാനതകളില്ലാത്ത ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിലാണ് ഈ ബജറ്റ് സമ്മേളനം ചേരാൻ ഒരുങ്ങുന്നത് എന്നത് തന്നെയാണ്. എന്തായാലും 27-ാം തീയതി നയപ്രഖ്യാപന പ്രസംഗത്തോടെ ഈ ബജറ്റ് സമ്മേളനം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടിയാലോചനകളാണ് സർക്കാർ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഒരുപക്ഷെ ഫെബ്രുവരി മാസം 3-ാം തീയതി ആയിരിക്കാം സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കാൻ സാധ്യത എന്ന വിവരങ്ങളും നമുക്ക് സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച കൃത്യമായ തീയതി അടക്കം അരമണിക്കൂറിന് ശേഷം ഈ മന്ത്രിസഭാ യോഗം ആരംഭിക്കുന്നതിന് പിന്നാലെ തന്നെ നമുക്ക് ലഭ്യമാകും എന്ന് തന്നെയാണ് വിവരം. എന്തായാലും ഗവർണറും സർക്കാരും തമ്മിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നിലനിന്നിരുന്ന നേരിട്ടുള്ള ഏറ്റുമുട്ടൽ അതിന് കൃത്യമായ ഒരു പരിഹാരത്തിന്റെ വഴി തെളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ സജി ചെറിയാന് വീണ്ടും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനുള്ള അവസരമടക്കം അദ്ദേഹം നൽകിയത്. എന്തായാലും അതുകൊണ്ട് തന്നെ ഗവർണറുമായിട്ടുള്ള ഒരു മല്ലയുദ്ധത്തിന് ഒരു അവസാനം വന്നിരിക്കുന്നതിനാൽ നയപ്രഖ്യാപന പ്രസംഗം അടക്കം അല്ലെങ്കിൽ ബജറ്റ് സമ്മേളനം അടക്കം തടസ്സമൊന്നും കൂടാതെ തന്നെ ആരംഭിക്കാൻ കഴിയുമെന്ന നിഗമനത്തിലാണ് സർക്കാരുള്ളത്. എന്തായാലും കാത്തിരിക്കുകയാണ് എല്ലാവരും മന്ത്രിസഭാ യോഗത്തിലെടുക്കുന്ന നിർണായകമായ തീരുമാനങ്ങൾ അറിയുന്നതിന് വേണ്ടി. ഡാനി, പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ വലിയ കടുംപിടുത്തിലായിരുന്ന ഗവർണർ ഏറ്റവും ഒടുവിൽ വഴങ്ങുന്നു. ഈ സത്യപ്രതിജ്ഞയ്ക്കടക്കം അക്കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നു. ഇന്നലെ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ ചില കാര്യങ്ങൾ സംസാരിച്ചതുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനങ്ങൾ വന്നിരുന്നു. സജി ചെറിയാന്റെ പ്രസംഗവുമായി ബന്ധപ്പെട്ട ചില ഫയലുകൾ ഹാജരാക്കണം എന്നാണ് ഗവർണർ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതെന്നായിരുന്നു വിവരങ്ങൾ. ഏതായാലും ഈ മഞ്ഞുരുകലിന്റെ അവസരത്തിൽ നിരവധിയായ ബില്ലുകൾ ഗവർണറുടെ പക്കലുണ്ട്. ഗവർണറും സർക്കാരുമായി ബന്ധപ്പെട്ട ഒരുപാട് പോരാട്ടങ്ങളും പോരുകളുമുണ്ട്, വാഗ്വാദങ്ങളുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഏതാണ്ട് അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണോ? അങ്ങനെ മഞ്ഞുരുക്കാനുള്ള ശ്രമം ഇനി വരും ദിവസങ്ങളിലും സർക്കാർ തുടരുമോ? ഒരു സർക്കാരിനും ഇത്തരത്തിൽ ഒരു പ്രതിസന്ധി ഒരു ഗവർണറുടെ ഭാഗത്തു നിന്ന് നേരിട്ടിട്ടില്ല. അത്രമാത്രം പിണറായി വിജയൻ സർക്കാരിനെ, രണ്ടാം പിണറായി സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭാഗത്തു നിന്നുണ്ടായ നിർണായകമായ പല ഇടപെടലുകളും. നമുക്കറിയാം, VC-മാരെ മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹം സ്വീകരിച്ച കാർക്കശ്യം നിറഞ്ഞ നിലപാട് അത് സർക്കാരിനെ തന്നെ അപ്പാടെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് മാറി. മുഖ്യമന്ത്രി തന്നെ ഗവർണർക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് നേരിട്ട് നേതൃത്വം നൽകുന്ന ഒരു അസാധാരണമായ സ്ഥിതിവിശേഷം സംസ്ഥാനത്ത് ഉടലെടുക്കുകയും ചെയ്തു. അത് തീർത്ത ഭരണം പ്രതിസന്ധിയിലാക്കുന്ന വിധത്തിലുള്ള വലിയ വെല്ലുവിളികൾ, അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അത് ഗവർണറുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെ തന്നെ വിമർശന മുന്നിൽ നിർത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു മഞ്ഞുരുകലിന് വഴി തെളിഞ്ഞിരിക്കുന്നത്. അതിന്റെ ആര് മുഖേനയാണ് ഇത്തരത്തിൽ ഒരു മഞ്ഞുരുകലിന് വഴി തെളിഞ്ഞത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് അടക്കം, അതായത് ഇതൊരു ഫേക്ക് എൻകൗണ്ടർ ആയിരുന്നു നടന്നിരുന്നത് എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തുകയുണ്ടായി. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഗവർണറുടെ പക്കലിരിക്കുന്ന എല്ലാ ബില്ലുകളിലും അനുഭാവപൂർണമായ ഒരു തീരുമാനം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനിടയുള്ള സാധ്യതയുണ്ട്. നമുക്കത് ഉറപ്പിക്കാൻ വയ്യ. കാരണം അദ്ദേഹം അപ്രതീക്ഷിതമായ തീരുമാനങ്ങളാണ് ഇതുവരെ കൈക്കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ ബജറ്റ് സമ്മേളനം ചേരുന്നതിന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് 27-ാം തീയതി നയപ്രഖ്യാപനം നടത്തുന്നതിന് അദ്ദേഹം അനുമതി നൽകിയേക്കുമെന്ന സൂചനകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്നത്. രഞ്ജിത്ത്, ഏതായാലും അക്കാര്യത്തിലൊക്കെ അല്പസമയത്തിനകം തീരുമാനമുണ്ടാകും. ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെയാകും നിയമസഭാ സമ്മേളനം ആരംഭിക്കുക എന്നതിൽ ഏതാണ്ട് വ്യക്തത വന്ന സാഹചര്യമുണ്ട്. തീയതി അടക്കം മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിക്കും. മറ്റൊന്ന്, ലെനിൻ രാജേന്ദ്രന്റെ സഹായിയായിരുന്ന
നയന സൂര്യൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ്. അത് ചില സംശയങ്ങൾ പോലീസിനുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. പോലീസ് ആ വിഷയം അന്വേഷിക്കാനായി പ്രത്യേക സംഘത്തിന് രൂപം നൽകിയ സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. കൊലപാതകമാണോ എന്ന കാര്യത്തിലൊക്കെ അന്വേഷണം വേണം. പല വിധത്തിലുള്ള സംശയങ്ങളുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം ഒരുപാട് ഈ പറഞ്ഞതുപോലെയുള്ള പ്രതിസന്ധികൾ, ഈ ബന്ധുക്കളടക്കം ചില ആരോപണങ്ങൾ ഉന്നയിച്ച പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. ഇന്ന് തന്നെ ഒരുപക്ഷെ ആ സംഘത്തിന് രൂപം നൽകും എന്നുള്ളതാണ്. DCRB അസിസ്റ്റന്റ് കമ്മീഷണർ JK ദിനിൽ പ്രത്യേക സംഘത്തിന്റെ തലവനാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഡാൻ കുര്യൻ തന്നെ ചേരും. ഡാൻ, ഈ സംശയത്തിലേക്ക് പോലീസ് പോയത് ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ്? കാരണം നേരത്തെ ഒരു സ്വാഭാവിക മരണം എന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിച്ചിരുന്നു. പോലീസിന്റെ അന്വേഷണമൊക്കെ ആ വഴിക്കായിരുന്നു. പക്ഷേ ബന്ധുക്കളുടെ ആരോപണമുണ്ട്. ഇനി ഈ വിഷയത്തിൽ തുടർ അന്വേഷണം എന്ന് പറയുമ്പോൾ അതെങ്ങനെ തുടങ്ങാനാണ് പോലീസ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്? പോലീസിനെ സംബന്ധിച്ച് രഞ്ജിത്ത്, ഈ കേസിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് അന്ന് ഈ കേസ് എഴുതി അവസാനിപ്പിക്കുന്ന സമയത്തല്ലേ അതുമായി ബന്ധപ്പെട്ടുണ്ടായ ഈ നയന സൂര്യയുടെ സുഹൃത്തുക്കളടക്കം അന്ന് ചില ആക്ഷേപങ്ങൾ ഉയർത്തിയിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ അന്വേഷണം അന്ന് വേണ്ട വിധത്തിൽ നടന്നിരുന്നില്ല എന്ന ഒരു പ്രധാന ആക്ഷേപമാണ് കുടുംബാംഗങ്ങളും ഒപ്പം തന്നെ നയന സൂര്യയുടെ അടുത്ത സുഹൃത്തുക്കളും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതോടൊപ്പം തന്നെ വലിയ വാർത്തയായി ഈ നയനയുടെ കൊലപാതകത്തിൽ ദുരൂഹതയുണ്ട് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ പല കോണുകളിൽ നിന്ന് ഉയർന്നതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട പോലീസ് കൃത്യമായ അന്വേഷണത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായി ചുമതലയേറ്റിരിക്കുന്ന നാഗരാജു, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിലവിൽ ഈ കേസിന്റെ പ്രാഥമിക അന്വേഷണം നടത്തിയിരിക്കുന്ന DCRBയുടെ DVSP ആയിട്ടുള്ള JK ദിനിൽ തന്നെയായിരിക്കും ഈ കേസിന്റെ അന്വേഷണം നയിക്കുക, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തെ നയിക്കുക എന്ന സൂചനകളാണ് നമുക്ക് കമ്മീഷണർ ഓഫീസിൽ നിന്ന് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം നയനയുടെ സുഹൃത്തുക്കളെ അടക്കം വിളിച്ച് മൊഴിയെടുക്കുന്നതടക്കമുള്ള, അതായത് കൃത്യമായ പുനരന്വേഷണത്തിലേക്ക് ഈ കേസ് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയമായി മുമ്പോട്ട് വെക്കുന്നത് നയന സൂര്യയുടെ ശരീരഭാഗങ്ങളിൽ ആന്തരിക അവയവങ്ങൾക്ക് പരിക്ക് പറ്റിയിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു. ആ പരിക്ക് എങ്ങനെയാണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിശദമായ മൊഴിയെടുക്കൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം, അത്തരത്തിലൊരു അന്വേഷണ സംഘത്തിന്റെ രൂപം കൊടുത്താൽ അവർ ആദ്യഘട്ടത്തിൽ ഈ മൊഴിയെടുക്കുന്നതടക്കമുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് തന്നെയായിരിക്കും കടക്കുക. എന്തായാലും അതുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ കമ്മീഷണർ ഓഫീസിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പുറത്തു വരുമെന്നാണ് സൂചന. രഞ്ജിത്ത്, ഈ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് ഈ കൃത്യമായ വിവരങ്ങൾ നയനയുടെ ബന്ധുക്കളെ അറിയിച്ചില്ല എന്നായിരുന്നല്ലോ ആക്ഷേപം. ഒപ്പം അധികം അന്വേഷണം നടത്താതെ പോലീസ് ഈ വിഷയം അവസാനിപ്പിച്ചു എന്ന ആക്ഷേപം ബന്ധുക്കൾ ഉയർത്തുന്നുണ്ട്. ഇനി ഈ പ്രത്യേക സംഘമെന്ന് പറയുമ്പോൾ ആദ്യം മുതൽ ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണ്ടിവരും. അത്തരത്തിലുള്ള ഒരു നിലപാടിലേക്കായിരിക്കുമോ പോലീസ് പോവുക? രഞ്ജിത്ത്, അതായത് ഇത് ഇപ്പോഴും ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന തരത്തിലുള്ള തെളിവുകൾ കൃത്യമായി പോലീസിന്റെ പക്കൽ നിലവിൽ ലഭിച്ചിട്ടില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഇതൊരു അസ്വാഭാവിക മരണമാണ് എങ്കിൽ, അത് കൊലപാതകമാണെങ്കിൽ അത് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ തെളിവുകൾ ഇതിനോടകം പോലീസിന് ലഭിച്ചിട്ടില്ല. പക്ഷേ അത്തരത്തിലുള്ള സംശയങ്ങൾ ബലപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കൃത്യമായ അന്വേഷണത്തിലൂടെ മാത്രമേ ഈ നയന സൂര്യയുടെ മരണം കൊലപാതകമായിരുന്നു, അതോ അത് മറ്റൊരു തരത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ അത് ആത്മഹത്യയാണ് എന്ന തരത്തിലുള്ള നിഗമനത്തിലായിരുന്നു ഈ കേസ് അതിന്റെ റിപ്പോർട്ട് അടക്കം ഇതിനോടകം സമർപ്പിച്ചിരുന്നത്. പക്ഷേ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത് പുനരന്വേഷിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. എന്തായാലും കൃത്യമായ തെളിവുകൾ കണ്ടെത്തിയതിനു ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട ഒരു നിഗമനത്തിലേക്ക് പോലീസും എത്തുകയുള്ളൂ. പക്ഷെ നിലവിൽ ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന ഒരു കാര്യം മാത്രമാണ് സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. അതിന്റെ അവ്യക്തത നീക്കുന്നതിന് വേണ്ടിയിട്ടാണ് പുനരന്വേഷണത്തിന് വേണ്ടി സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സംഘത്തിന് രൂപം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശരി, ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു. വാർത്തകൾ അവസാനിക്കുന്നില്ല, തടസ്സമില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനൽ.